ഹായ് സുഹൃത്തുക്കളെ, അൽഗോ ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ട്രേഡിംഗ് റോബോട്ട്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതുപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഉണ്ടായിരുന്നത്. അൽഗോരിതമിക് ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഭാഗമായ VPS എന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും ഉള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ പറയാൻ പോകുന്നത്. VPS എന്ന് പറഞ്ഞാൽ വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഈ ഒരു സെർവർ എന്തിനാണ് ഫോറക്സ് ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്നത്? മാനുവൽ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു സെർവറിൻ്റെ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ മാനുവൽ ട്രേഡിംഗ് ചെയ്യുന്ന ഒരു ട്രേഡർക്ക് ഒരു സെർവറിൻ്റെ ഈ പറയുന്ന വിർച്വൽ പ്രൈവറ്റ് സെർവറിൻ്റെ ആവശ്യമില്ല. എന്താണ് പിന്നെ ഇതിൻ്റെ ആവശ്യം? അതായത് അൽഗോരിതമിക് ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ട്രേഡിംഗ് റോബോട്ട്സ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് അതിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഓരോരുത്തർക്കും ട്രേഡ് ചെയ്യാനുള്ള ഒരു ബ്രോക്കർ ഉണ്ടാവും. ആ ട്രേഡിംഗ് സെർവർ, അതായത് ബ്രോക്കർ സെർവറുമായിട്ട് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി നമ്മുടെ ക്ലയൻറ്റ് സിസ്റ്റം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന പ്രൈസ് ചേഞ്ചസും അല്ലെങ്കിൽ ടൈം ചേഞ്ചസ് അതുപോലെയുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ക്ലയൻറ്റ് സിസ്റ്റത്തിലെ ട്രേഡിംഗ് റോബോട്ട്സ് മനസ്സിലാക്കിയിട്ടാണ് ഓരോ ട്രേഡിംഗ് ഡിസിഷനും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക്, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ, ട്രേഡിംഗ് സെർവറുമായിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. 24/7 എന്ന കണക്കിൽ ഇത് എല്ലാ സമയവും ട്രേഡിംഗ് സെർവറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുകയും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് നെറ്റ്വർക്ക് ഡിസ്കണക്റ്റ് ആവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു റിയൽ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തു വരുന്ന ഒരു ട്രേഡ് ബ്ലോക്ക് ആവുകയും ട്രേഡ് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരികയും നമുക്ക് വലിയ ലോസ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവുകയും ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ 24 മണിക്കൂറും പ്രൊവൈഡ് ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് പവർ സപ്ലൈ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു സെർവറിൽ ഈ ഒരു ട്രേഡിംഗ് റോബോട്ട്സ് റൺ ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ഒരു വലിയ സെർവർ, ഒരു ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വലിയ ഒരു സെർവർ, ഒരു ലോക്കൽ സെർവർ നമുക്ക് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഓഫീസിലോ അത് റൺ ചെയ്യിപ്പിക്കാനുള്ള കുറേ പരിമിതികളുണ്ട്. ഒരു സെർവർ ഫുൾ ടൈം റൺ ചെയ്യിപ്പിക്കാനുള്ള സെർവറിൻ്റെ കോസ്റ്റ് വളരെയധികം. ഇങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഒരു സെർവർ വാടകയ്ക്ക് വാങ്ങുന്നത്. വാടകയ്ക്ക് എടുക്കുന്ന ഈ ഒരു സെർവറിൽ നമ്മുടെ ട്രേഡിംഗ് റോബോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൽ നിന്ന് ട്രേഡിംഗ് സെർവറുമായി ഒരു കമ്മ്യൂണിക്കേഷൻ, അൺഇൻറ്ററപ്റ്റായ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഡിസ്കണക്ഷൻ ഇല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുകയും അതുപോലെ പവർ സപ്ലൈയുടെ പ്രശ്നമില്ലാതെ അൺഇൻറ്ററപ്റ്റായിട്ട് ഒരു സർവീസ് നമുക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഒരു വാടക സെർവർ വാങ്ങിക്കുന്നത്. ഈ സെർവറിനെയാണ് നമ്മൾ VPS, വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. ഈ സെർവറിൽ നമ്മുടെ ട്രേഡിംഗ് റോബോട്ട്സ് ഇൻസ്റ്റാൾ ആക്കുകയും ട്രേഡിംഗ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു VPS ഉപയോഗിക്കുക എന്നത് നമുക്ക് നോക്കാം. സാധാരണ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ
നമ്മൾ ഒരു ഡെസ്ക്ടോപ്പ് റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ ഉപയോഗിച്ചാണ് ഒരു VPS ആക്സസ് ചെയ്യുന്നത്. ഓൾറെഡി ഇത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആമസോൺ വെബ് സർവീസിൻ്റെ ഒരു VPS ആണ്. അതുപോലെ നിങ്ങൾക്ക് വളരെയധികം VPS ഹോസ്റ്റിംഗ് കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് മന്ത്ലി സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഇയർലി സബ്സ്ക്രിപ്ഷനോ കൊടുത്ത് നമുക്ക് അവരുടെ ക്രെഡൻഷ്യൽസ് വാങ്ങിയിട്ട് ഇത് IP അഡ്രസ്സും അതുപോലെ പാസ്വേഡും നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ചിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവരെ ക്രെഡൻഷ്യൽസും ചെയ്ത് കോൺഫിഗർ ചെയ്ത് അവർ തരുന്നതാണ്. അതിൽ 1000 റുപ്പീസ് മുതൽ മുകളിലോട്ട് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വരുന്ന രീതിയിൽ നമുക്ക് VPS അവൈലബിൾ ആണ്. അതുപോലെ AWS, ഗൂഗിള്, മൈക്രോസോഫ്റ്റ് അതുപോലെ മെനി കമ്പനീസ് ഫ്രീ ആയിട്ട് അവരുടെ ക്ലൗഡ് സർവീസ് അതായത് VPS നമുക്ക് തരുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ ഒരു ഡെമോ അക്കൗണ്ടിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആമസോൺ വെബ് സർവീസിൻ്റെ ഒരു VPS ഫ്രീ ടയർ VPS ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് 1 ഇയർ പീരിയഡിൽ നമുക്ക് 2 രൂപ നിരക്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് 2 രൂപ നിരക്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ തുച്ഛമായ പൈസക്ക് നമുക്ക് VPS ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് 1 ഇയർ. നമുക്ക് ചില ബോട്ടുകൾ അതിൻ്റെ പെർഫോമൻസ് 1 ഇയറിലോ അത്ര ചില ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാധ്യമമാണ് ഇത്. ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി VPSൻ്റെ ഒരു ഔട്ട്ലുക്ക്. നമുക്ക് ഒരു സിസ്റ്റം നമ്മുടെ ഡെസ്ക്ടോപ്പ് സിസ്റ്റമോ ലാപ്ടോപ്പ് സിസ്റ്റത്തിലോ നമുക്ക് വേറെ ഒരു സിസ്റ്റം ഒരു വിർച്വൽ സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരികയാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു VPS ഒരു നെറ്റ്വർക്ക് ഇൻ്ററപ്ഷനോ അല്ലെങ്കിൽ പവർ ഫെയിലറോ ഒരിക്കലും ഉണ്ടാവില്ല. വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24/7 ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഈ ഒരു VPS പ്രത്യേകിച്ച് ഫ്രീ VPS ഹാങ് ആവാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും അത് ഫ്രീ എന്ന കാരണത്താൽ നമുക്കത് പ്രശ്നമില്ലാതെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ഒരു മെറ്റാട്രേഡർ 4 അല്ലെങ്കിൽ മെറ്റാട്രേഡർ 5 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ട്രേഡിങ്ങിൽ ഏതെങ്കിലും ഒരു VPS ഒരു ട്രേഡിംഗ് സെർവർ അല്ലെങ്കിൽ ഒരു ബ്രോക്കേഴ്സ് പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ആക്ച്വലി ഒരു എക്സ്നെസ്സിൻ്റെ ഒരു ബ്രോക്കറാണ്, ഒരു സെറ്റപ്പ് ഫയലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സ്നെസ് ബ്രോക്കറാണ്. അപ്പോൾ ഓൾറെഡി ഞാനൊരു എക്സ്നെസ് സെറ്റപ്പ് ഫയൽ ഇവിടെ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം അത് റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നോർമൽ നമ്മൾ എങ്ങനെയാണ് MT4 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേ മെത്തേഡിൽ തന്നെ ഇവിടെ നമുക്ക് VPS ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഫിനിഷ് ആയിരുന്നു ഇൻസ്റ്റലേഷൻ. അപ്പോൾ ഇത് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺസ് ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി ഒരു ഓക്കെ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഈ അക്കൗണ്ടിൽ ഈ ബ്രോക്കർ അക്കൗണ്ടിൽ നമ്മുടെ ക്രെഡൻഷ്യൽസ് അപ്ലൈ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത് എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് നമുക്കിവിടെ ഫയലും നമ്മുടെ ഡാറ്റ ഫോൾഡർ നമുക്ക് മുന്നേ ചെയ്ത പോലെ ഇവിടെ ഇവിടെയുള്ള ഒരു ബോട്ട് എക്സാമ്പിൾ കോപ്പി ചെയ്യുക.
ഓക്കെ, ഇതിൽ നമ്മുടെ ബോട്ട് ഇവിടെ അവൈലബിൾ ആണ്. സെയിം പ്രൊസീജിയർ മുന്നേ 2 ലെഗങ്ങളിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള, അപ്പോൾ ട്രേഡിംഗ് ബോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ. ആക്ച്വലി ഇവിടെ നമുക്കൊരു വെർച്വൽ കമ്പ്യൂട്ടർ, വെർച്വൽ മോണിറ്റർ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതാണ് ഈ VPS, വെർച്വൽ പ്രൈവറ്റ് സെർവർ. നമ്മൾ ആക്ച്വലി ഒരു സെർവർ നമുക്ക് ലഭ്യമായി തന്നിട്ടുണ്ട്. സെയിം അവിടെ ചെയ്യുന്ന അതേ ട്രേഡിംഗ് ആക്ഷൻ എല്ലാം ഈ ഒരു വിർച്വൽ പ്രൈവറ്റ് സെർവറിൽ ഈ ട്രേഡിംഗ് ബോട്ട് ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് അൺഇൻ്ററപ്റ്റഡ് നമുക്ക് ലഭിക്കും. ട്രേഡിംഗ് ബോട്ട് ഓൾവേസ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ട്രേഡിംഗ് സെർവറുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാ ട്രേഡിങ്ങും ഒരു മിസ്സിംഗ് ഇല്ലാതെ, ഒരു ലോസ് ഇല്ലാതെ, പവർ ഫെയിലിയർ ഇല്ലാതെ 24/7 നമുക്ക് സർവീസ് ലഭ്യമാവുകയാണ് ചെയ്യുന്നതാണ്. ഇതാണ് VPSൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മളൊരു അൽഗോരിതമിക് ട്രേഡിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട 2 ഘടകങ്ങളാണ് പറഞ്ഞത്. ഒരു ട്രേഡിംഗ് റോബോട്ടും പിന്നെ ഒരു VPS സർവീസുമാണ് മസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് മുന്നക്കങ്ങളിൽ പറഞ്ഞ ബോട്ടും അതുപോലെ VPSും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു പുതിയ ലക്കത്തിൽ വേറെ ഒരു സബ്ജക്റ്റുമായിട്ട് വരാം. ഓക്കെ, ഗുഡ് ബൈ.